ഗ്യാസ് സ്റ്റവ് വിൽപ്പന രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പ്രവർത്തന പരിചയവുമായി അൽമോയ ഗ്യാസ് ഏജൻസീസ്. എക്സ്ചേഞ്ച്, റിപ്പയറിംഗ് എല്ലാത്തിനും അൽമോയ ഗ്യാസ് ഏജൻസീസ്, മുക്കം റോഡ്, അരീക്കോട്. അരീക്കോട് പരിസര പ്രദേശങ്ങളിൽ ആരെങ്കിലും മരണപ്പെടുമ്പോഴോ പോസ്റ്റ്മോർട്ടം നടത്തപ്പെടുന്ന മൃതദേഹം കൂടുതൽ സമയം സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമോ ഉണ്ടായാൽ പരിഹാരം കാണാൻ മൊബൈൽ ബോഡി ഫ്രീസർ ഒരുക്കുന്നതിനായി പായസ ചലഞ്ച് ഒരുക്കി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരീക്കോട് യൂണിറ്റ് യൂത്ത് വിങ്ങും വനിതാ വിങ്ങും. വ്യാപാരികളും നാട്ടുകാരും കൈമെയ് മറന്ന് പങ്കാളികളായതോടെ പായസ ചാലഞ്ച് വലിയ വിജയമായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരീക്കോട് യൂണിറ്റ് യൂത്ത് വിങ്ങും വനിതാ വിങ്ങും സംയുക്തമായാണ് മൊബൈൽ ബോഡി ഫ്രീസറും അതോടൊപ്പം മറ്റു രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയും പായസ ചലഞ്ച് സംഘടിപ്പിച്ചത്. വിതരണോദ്ഘാടനം അരീക്കോട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ വി സിജിത്ത് നിർവഹിച്ചു. യൂത്ത് വിങ്ങിൻ്റെയും വനിതാ വിങ്ങിൻ്റെയും നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു മൊബൈൽ ഫ്രീസർ എന്നത് നമ്മൾ പോലീസും പലപ്പോഴും കാണുന്നതാണ്. പല ഇൻക്വസ്റ്റുകൾക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് സാധാരണക്കാരായ ആളുകൾ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. കാരണം ദൂര സ്ഥലങ്ങളിൽ നിന്ന് ബന്ധുക്കളൊക്കെ വരുന്ന ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മറവ് ചെയ്യേണ്ട ആവശ്യം വരും. കാരണം ഇതിങ്ങനെ ഫ്രീസറിൽ വെക്കാനോ മറ്റു സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മദർ ഹോസ്പിറ്റലിൽ നമുക്ക് സ്ഥിരം വരുന്നതാണ്, അവിടെ ഫ്രീസർ സൗകര്യം ഇല്ല. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവർ പുറത്തുനിന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒരു ഫ്രീസർ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് പിന്നെ അതിൻ്റെ വാടക കൊടുത്ത ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് സാധാരണക്കാരായ ആളുകൾക്ക്. അവർക്കൊരു താങ്ങും തണലും ആവാൻ വേണ്ടി വ്യാപാര വ്യവസായിയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു ചലഞ്ച് വെച്ചതിന് അരീക്കോട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് വ്യാപാരികളെ സംബന്ധിച്ച് ഏറ്റവും വളരെ അഭിമാനകരമായ നിമിഷത്തിലാണെന്നുള്ളത് നമുക്കറിയാം. അരീക്കോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂത്ത് വിങ്ങും വനിതാ വിങ്ങും സംയുക്തമായി ഇന്ന് അരീക്കോട് ഒരു പായസ ചലഞ്ച് സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഇത് 500 ലിറ്റർ പായസമായിരുന്നു. അതിൻ്റെ ഫണ്ട് കൊണ്ടാണ് അരീക്കോട്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ വാട്ടർ കൂളർ സ്ഥാപിച്ചത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫണ്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബോഡി ഫ്രീസർ. നമുക്കറിയാം, അരീക്കോട് ആസ്റ്റർ മദർ ഹോസ്പിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ അപകട മരണങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ള അപകടങ്ങൾ ഒക്കെ മരണം സംഭവിക്കുന്ന ഘട്ടത്തിൽ മദർ ഹോസ്പിറ്റൽ അടുത്തുള്ള പ്രദേശത്തു നിന്നാണ് ഈ ഫ്രീസർ അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരം ആവും എന്നുള്ളതാണ് നമ്മുടെ വ്യാപാരികളുടെ പ്രതീക്ഷ. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് വീൽ ചെയർ, അതേപോലെ വാക്കർ, പിന്നെ മറ്റു അനുബന്ധ സാധനങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അരീക്കോട്ടെ വ്യാപാരികൾ ഇത് സംഘടിപ്പിക്കുന്നത്. ഏറെ ആശ്വാസകരമായിട്ടുള്ളൊരു പ്രവർത്തനത്തിലാണ് അരീക്കോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂത്ത് വിങ്ങിൻ്റെയും വനിതാ വിങ്ങിൻ്റെയും പ്രവർത്തകർ. നേരത്തെയൊക്കെ സൂചിപ്പിച്ച പോലെ 500 ലിറ്ററായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഇത്തവണ 1000-ലധികം ലിറ്റർ നമുക്കിത് വിതരണം ചെയ്യാൻ സാധിക്കും. നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള ഈ ഒരു പരിപാടി അരീക്കോട്ടെ മുഴുവൻ കച്ചവടക്കാരും ഏറ്റെടുത്തു. പൊതുസമൂഹവും ഇത് ഏറ്റെടുത്ത് വലിയൊരു ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ട് തന്നെ ഇത് മാറ്റേണ്ടതുണ്ട്. വരും കാലങ്ങളിലും നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമാണ് ഇതൊക്കെ എന്ന് അറിയിക്കുകയാണ്. അരീക്കോട് മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും സഹകരിച്ചതായും വലിയ സപ്പോർട്ട് ലഭിച്ചതായും അധ്യക്ഷത വഹിച്ച യൂത്ത് വിംഗ് പ്രസിഡന്റ് നസീബ് ഹെന്ന പറഞ്ഞു. ഏകോപന സമിതി അരീക്കോട് യൂണിറ്റ് യൂത്ത് വിങ്ങും വനിതാ വിങ്ങും സംയുക്തമായിട്ട് ഒരു ബോഡി ഫ്രീസർ, അതിൽ വാക്കർ, വീൽ ചെയർ, അതുപോലത്തെ അതിനോടനുബന്ധിച്ചുള്ള മറ്റു സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ആഗ്രഹം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പായസ ചലഞ്ച് നടത്താൻ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അരീക്കോടുള്ള എല്ലാ ഷോപ്പുകളിലും ഞങ്ങൾ കയറി ഇറങ്ങുകയും എല്ലാ ഷോപ്പിൽ നിന്നും വളരെയധികം നല്ല സപ്പോർട്ട്, 100% സപ്പോർട്ടാണ് നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിനാൽ തന്നെ നമ്മൾ ഒരു 1000 ലിറ്റർ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പായസ ചലഞ്ചുമായിട്ട് ഇറങ്ങിയത്. പക്ഷേ നമുക്കിത് 1200 കവിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ നമ്മുടെ സന്തോഷം. കാരണം യൂത്ത് വിങ്ങിൻ്റെ ചരിത്രത്തിൽ, വനിതാ വിങ്ങിൻ്റെ ചരിത്രത്തിൽ ഇവിടെ അരീക്കോടിനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഒരു പ്രവർത്തനം തന്നെയാണ്. കാരണം വ്യാപാരി വ്യവസായ ഏകോപന സമിതി അതുപോലെ തന്നെ യൂത്ത് വിങ്ങും വനിതാ വിങ്ങും അരീക്കോട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബോഡി ഫ്രീസറിൻ്റെ സംഭവം അരീക്കോടിൻ്റെ പരിസരത്ത് ഇല്ല. അപ്പോൾ അത് അരീക്കോട് അത് അനിവാര്യമാണ് എന്നുള്ള ഒരു ബോധ്യമാണ് നമുക്ക് ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വളരെയധികം ഭംഗിയായിട്ട് ഇത് പൂർത്തീകരിക്കും. കഴിഞ്ഞ വർഷം ഞങ്ങൾ പായസ ചലഞ്ച് നടത്തുകയും അതിലൂടെ ഞങ്ങൾ അരീക്കോട് താലൂക്ക് ഹോസ്പിറ്റലിലെ ഒരു വാട്ടർ ഡിസ്പെൻസർ സ്ഥാപിച്ചു. അത് ആ ഒരു പായസ ചലഞ്ചിലൂടെ അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇനിയും അതുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ഇൻഷാ അല്ലാഹ്.
മൊബൈൽ ഫ്രീസർ വാങ്ങിച്ച് ബാക്കി വരുന്ന തുകയ്ക്ക് മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങിക്കുമെന്ന് വനിതാ വിംഗ് പ്രസിഡന്റ് അമ്പായത്തിങ്ങൽ മുനീറ പറഞ്ഞു. ഏറ്റവും നമ്മുടെ വ്യാപാരികൾക്കും ജനങ്ങൾക്കും ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചു. നമ്മളെ ഇവിടെ അടുത്തെവിടെ നമുക്കിങ്ങനെ ഉപകാരത്തിന് കിട്ടുന്നൊരു ബോഡി ഫ്രീസർ വളരെ കുറവാണ്, തിരുവമ്പാടി അല്ലെങ്കിൽ താമരശ്ശേരി ഭാഗത്തൊക്കെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ബോഡി ഫ്രീസർ എന്നുള്ള ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ നീങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ബാലൻസ് വരുന്ന പൈസ നമ്മൾ ബാക്കി അതിനനുബന്ധിച്ചുള്ള ഉപകരണങ്ങൾ, അതുപോലെ തന്നെ വാക്കർ, വീൽ ചെയർ, വാട്ടർ ബെഡ്, ഇതൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കയറിയ എല്ലാ ഷോപ്പുകളിലും വളരെ മനോഹരമായ രീതിയിൽ ഷുഗർ കട്ടാണെങ്കിലും നമുക്കറിയാം എല്ലാവർക്കും ഷുഗറാണ്, പഞ്ചസാര ആയിട്ടുള്ള പായസം കഴിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഇത്തരം ഒരു പ്രവർത്തനത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. യൂണിറ്റ് പ്രസിഡന്റ് ജോളി സജീർ, ജനറൽ സെക്രട്ടറി അൽമായ റസാഖ്, ട്രഷറർ വി എ നാസർ, യൂത്ത് വിംഗ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി അഗ്നസ്, ട്രഷറർ നാണി മൈത്ര, വനിതാ വിംഗ് പ്രസിഡന്റ് അമ്പായത്തിങ്ങൽ മുനീറ, ജനറൽ സെക്രട്ടറി പി സക്കീന എന്നിവർ സംസാരിച്ചു. ട്രഷറർ ബിന്ദു മോഹൻ, വൈസ് പ്രസിഡന്റുമാരായ കെ സി എ ഷുക്കൂർ, ടി സി ഷാഫി, സെക്രട്ടറിമാരായ കെ പി എം ഹാരിസ്, ഹംസ വെള്ളരി, ഷെരീഫ് കളത്തിങ്ങൽ, രക്ഷാധികാരികളായ എം ഉണ്ണിൻകുട്ടി മൗലവി, എം പി അബ്ദുൽ നാസർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ന്യൂസ് സ്റ്റാർ മുഹമ്മദ്, ഫൈസൽ കാലിക്കറ്റ്, മരുപ്പച്ച ഷാക്കിർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 10 അരീക്കോട്. അരീക്കോടിന്റെ പ്രത്യേക രുചിക്കൂട്ടുമായി അരനൂറ്റാണ്ട് സ്നേഹത്തോടെ വിരുന്നൂട്ടിയ ജോളി ഹോട്ടൽ അരീക്കോട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.